അന്നത്തെ ആ ഫൈനാൻഷ്യൽ പ്രോബ്ലംസും എല്ലാം വെച്ച് നോക്കുമ്പോൾ ട്രിവാൻഡ്രത്ത് അങ്ങനെ ഒരു ആശുപത്രി ഇതിന് പോകാനുള്ള കമേഴ്ഷ്യൽ വയബിലിറ്റി ഇവിടെ ഉണ്ടോ? കരിച്ചാൽ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിനെ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് സെക്ടറിലുള്ള ഹോസ്പിറ്റലിലെല്ലാം ഒരു എക്സ്പ്ലോയിറ്റേഷൻ മാതിരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസം കേരളത്തിൽ പൊതുവേ ഉണ്ട്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ട്രിവാൻഡ്രം. എന്തുകൊണ്ട് കൊച്ചിയിലോ കോഴിക്കോടോ നിങ്ങൾ ട്രൈ ചെയ്യുന്നില്ല? കോഴിക്കോട് വർക്ക് ചെയ്തവരാണ്. അപ്പോൾ എനിക്കറിയാം അവിടുത്തെ മെൻറ്റാലിറ്റിയും അവിടെ പ്രൈവറ്റ് സെക്ടറിനെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ കുടുംബം ഇവിടെയാണ്, ഈ ടീം കംപ്ലീറ്റ് ഇവിടെയാണ്, ട്രിവാൻഡ്രത്താണ്. അപ്പോൾ അതുകൊണ്ട് ട്രിവാൻഡ്രത്ത് തന്നെ ട്രൈ ചെയ്യുക. ട്രിവാൻഡ്രത്തെ ആളുകളോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തെ സാഹചര്യമോ അതൊരു മോശമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ആളുകൾ ആരും ട്രൈ ചെയ്യാറില്ല. ബെറ്റർ ട്രൈ ആൻഡ് ഫെയിൽ ദാൻ നെവർ ട്രൈയിങ് എന്ന ഫോർമുലയിൽ വളരെ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ ആ ട്രയൽ ഡോക്ടർ കമ്മ്യൂണിറ്റിയുടെയും ബാക്കിയുള്ളവരുടെയും ഈ ഗ്രൗണ്ടിലുള്ള ഹാർഡ് വർക്കും ക്ലിനിക്കൽ വർക്കും ഒരു ടീം വർക്ക് കാരണം ഇത് സക്സസ്ഫുള്ളായി. പല പ്രശ്നങ്ങളും എല്ലാം വന്നെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് പെരുമാറിയത് കാരണം പല അൺഎക്സ്പെക്റ്റഡ് കോർണേഴ്സിൽ നിന്ന് നല്ല ഹെൽപ്പും കിട്ടിയിട്ടുണ്ട്. നാട്ടിൽ പറയാറുണ്ട് എല്ലാത്തിനും ഒരു കുഴപ്പം ഇവിടെ എല്ലാവരും ക്രിട്ടിക്കലെല്ലാം ആണെന്നെല്ലാം പറയുമെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ വളരെ വളരെ അൺഎക്സ്പെക്റ്റഡ് കോർണേഴ്സിൽ നിന്നും എല്ലായിടത്തു നിന്നും നല്ല സപ്പോർട്ട് കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വളർന്നു വരാൻ ട്രിവാൻഡ്രത്ത് പറ്റിയെന്ന് ഞാൻ വളരെ ബലമായി വിശ്വസിക്കുന്നു.